ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാൻഡ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ മാനേജറിയൽ ഇക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ് ഡിമാൻഡ്. ഒരു സിലബസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഡിമാൻഡ്. So let's discuss more about the idea of demand here. അപ്പോൾ ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് this is the quantity of a good or service that consumers are both willing and able to purchase at various prices during a specified period. അതായത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ഓർ സർവീസ്. ഇവിടെ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യമുണ്ട്. കൺസ്യൂമേഴ്സ് ആർ വില്ലിംഗ് ടു പർച്ചേസ് അറ്റ് വേരിയസ് പ്രൈസസ്. പ്രൈസിന് പ്രാധാന്യമുണ്ട്. അഗൈൻ സ്പെസിഫിക് പീരീഡിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് കൺസ്യൂമേഴ്സ് പല പ്രൈസസിലായിട്ട് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എന്തോരം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാനാണ് അവർ വില്ലിങ് ആയിട്ടുള്ളത്. അതായത് നമുക്കറിയാം, എപ്പോഴും പ്രൈസ് കൂടുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് എങ്ങനെയായിരിക്കും? അത് കുറഞ്ഞിരിക്കും. പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ് എത്രയായിരിക്കും? അത് കൂടിയിരിക്കും. അങ്ങനെയല്ലേ? അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടിയിരിക്കുമ്പോൾ നമുക്ക് അത് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നതിനോട് താല്പര്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്യാരറ്റ് വാങ്ങാനായിട്ട് വെജിറ്റബിൾ മാർക്കറ്റിൽ പോവാണ്. അപ്പോൾ ക്യാരറ്റിന്റെ വില ചോദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ക്യാരറ്റ് വിൽക്കുന്ന ആള് പറയാണ് കിലോയ്ക്ക് 200 രൂപയാണ് എന്ന് പറയുകയാണെങ്കിൽ യു പീപ്പിൾ വിൽ ബി ഷോക്ഡ്. അല്ലെ, 200 രൂപയോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് മതി, ഒരു 1/2 കിലോ വന്നാൽ മതി. ഞാൻ 1 കിലോ വാങ്ങാനാണ് വന്നത്, പക്ഷെ 200 രൂപ വലിയ ഒരു എമൗണ്ട് ആണ് ക്യാരറ്റിനെ സംബന്ധിച്ചിടത്തോളം. സോ അതുകൊണ്ട് 1/2 കിലോ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് വാങ്ങിക്കും. അതേസമയം നിങ്ങൾ ക്യാരറ്റ് വാങ്ങിക്കാനായിട്ട് കടയിൽ പോകുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുന്നു. അപ്പൊ ക്യാരറ്റിന്റെ വില ചോദിക്കുന്നു. അപ്പോൾ ക്യാരറ്റ് വിൽക്കുന്ന ആള് പറയാണ് കിലോക്ക് 20 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷിക്കും, അല്ലെ? ഒരുപാട് നിങ്ങൾ സന്തോഷിക്കും. കാര്യം എന്താണ്? നിങ്ങൾ ചിലപ്പോൾ 1 കിലോ ക്യാരറ്റ് വാങ്ങാനായിരിക്കും പോകുന്നത്. അപ്പോൾ 20 രൂപയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 അതിൽ കൂടുതലോ ക്വാണ്ടിറ്റി വാങ്ങും, കൂടുതൽ കിലോ വാങ്ങും, അല്ലെ? അപ്പൊ പ്രൈസ് എപ്പോഴും കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. പ്രൈസ് കുറഞ്ഞിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ക്വാണ്ടിറ്റി പ്രൈസ് റിലേഷൻസ് ഓർ റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോ ഒരു കമ്മോഡിറ്റിയുടെ വില, ഇപ്പോൾ വെജിറ്റബിൾസിനൊക്കെ നമുക്ക് ഇത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അഗൈൻ ഗോൾഡിലും ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓയിൽ പ്രൈസ് ഇതും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പല കമ്മോഡിറ്റീസിലും നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നും ഒരേ പ്രൈസിലായിരിക്കില്ല ഒരു സാധനം വിൽക്കുന്നത് മാർക്കറ്റിൽ. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഡീസൽ അടിക്കാനായിട്ട് പമ്പിൽ പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഇന്ന് എത്രയാ റേറ്റ് എന്ന് ചോദിക്കും. അഗൈൻ ഗോൾഡിന്റെ വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ വില ആയിരിക്കില്ല നാളെ, ഇന്നലത്തെ വില ആകണം എന്നില്ല ഇന്ന്, അല്ലെ? അപ്പോ പ്രൈസ് ഇങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഒരു സ്പെസിഫിക് പീരീഡ് തന്നേക്കാം, 1 വർഷമോ 1 മാസമോ ഒരാഴ്ചയോ എന്നൊക്കെ. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ഡിമാൻഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ദാറ്റ് കൺസ്യൂമേഴ്സ് വിൽ ബൈ. ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ആസ്പെക്ട്സ് ഓഫ് ഡിമാൻഡ്. ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് വില്ലിങ്നെസ്സും, മറ്റത് എബിലിറ്റി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഒരു സാധനം വേണം, നിങ്ങൾക്കൊരു സാധനം വാങ്ങാനായിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോവാണ്. അപ്പോ ഇവിടെ സാധനം വാങ്ങാനായിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇന്ന സാധനം വേണമെന്ന് കട ഉടമയോട് അല്ലെങ്കിൽ കടയിൽ നിൽക്കുന്ന സെല്ലറിനോട് പറയും. അപ്പോൾ അയാള് പറയും ഇന്ന സാധനം ഇത്ര രൂപയാണെന്ന് പറയും, അല്ലെ? അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വില്ലിങ്നെസ്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഡിസയർ that is happening. Desire എന്ന് പറയുമ്പോൾ എന്താണ്?
യുവർ നീഡ്, യുവർ വിഷ് ആൻഡ് സോ ഓൺ. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആഗ്രഹം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾ കടയിൽ ഈ സാധനം വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അത് ഇറ്റ് ഇസ് ഇംപ്ലൈഡ്. ഓക്കെ, സോ അപ്പാർട്ട് ഫ്രം ഡിസയർ ഇവിടെ വരുന്ന രണ്ട് കാര്യങ്ങളാണ് വില്ലിങ്നെസ്സും എബിലിറ്റി. വാട്ട് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് എബിലിറ്റി? എബിലിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു പേ ആണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു സാധനം വാങ്ങിക്കാൻ കടയിൽ പോകുന്നു, കടയിൽ നിൽക്കുന്ന ആ സെല്ലർ പറയുന്നു ഇത്ര രൂപയാണ് ഈ സാധനം. ഓക്കെ, നിങ്ങളൊരു ടോയ് വാങ്ങിക്കാൻ, ഒരു ടോയ് കാർ അല്ലെങ്കിൽ ഒരു ടോയ് കാർ തന്നെ ആയിക്കോട്ടെ, വാങ്ങാനായിട്ട് കടയിൽ പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് ഈ പ്രോഡക്റ്റിന് എത്ര രൂപയാണ്. അപ്പോ ആ സെല്ലർ ഒരു എമൗണ്ട് പറയും അല്ലെ. അപ്പൊ ആ ഒരു എമൗണ്ട് കൊടുക്കാൻ നിങ്ങൾ ഏബിൾ ആണോ? നിങ്ങളുടെ പോക്കറ്റിൽ ആ പൈസ ഉണ്ടോ? ദാറ്റ് ഈസ് ഇറ്റ് ഓൾ അബൌട്ട് എബിലിറ്റി ടു പേ. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ വേണം. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പറ്റില്ല. either you have to go for borrowing or else വേറെ ഏതെങ്കിലും മാർഗം തേടാണ്. നിങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോ ദാറ്റ് ഈസ് എബിലിറ്റി ടു പേ. അപ്പൊ നിങ്ങൾക്ക് ഡിസയർ ഉണ്ട്, ഡിസയർ മാത്രം കൊണ്ട് ഡിമാൻഡ് ആവില്ല, അവിടെ എബിലിറ്റി ടു പേ വേണം, ഈ സാധനം വാങ്ങാനുള്ള കഴിവ് വേണം, ഫൈനാൻഷ്യൽ എബിലിറ്റി വേണം. അടുത്തത് വില്ലിങ്നെസ് ടു പേ. അപ്പൊ എന്താണ് വില്ലിങ്നെസ് ടു പേ? നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ പൈസയും ഉണ്ടോന്ന് വിചാരിക്കുക, ഈ സാധനം വാങ്ങിക്കാനുള്ള പൈസയും നിങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ദിസ് മണി. ഈ പൈസ എടുത്ത് ചെലവഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. യു ആർ നോട്ട് വില്ലിങ് ടു ഗിവ് മണി. നിങ്ങൾക്ക് സാധനം കിട്ടുമോ? ഇഫ് യു ആർ നോട്ട് വില്ലിങ് ടു പേ, പോക്കറ്റ് പൈസ ഉണ്ട്, പക്ഷെ ഈ പൈസ എടുത്ത് കടക്കാരന് കൊടുത്ത് സാധനം വാങ്ങിക്കാൻ താല്പര്യമില്ല. സാധനം വേണം, പോക്കറ്റ് പൈസ ഉണ്ട്, പക്ഷെ ഈ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എടുത്ത് കടക്കാരന് കൊടുക്കാനായിട്ട് താല്പര്യമില്ല. അവിടെ ഡിമാൻഡ് റിയലൈസ് ചെയ്യപ്പെടൂ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതെല്ലാം ഒരുമിച്ച് വരണം. നിങ്ങൾക്ക് ഒരു വിഷ് വേണം, ഡിസയർ വേണം, അല്ലെങ്കിൽ ഒരു നീഡ് വേണം, നീഡ് ഫോർ എ ഗുഡ് ഓർ വിഷ് ഫോർ എ ഗുഡ് ഓർ ഡിസയർ ഫോർ എ ഗുഡ്. along with that you should have money in your pocket which is the ability to pay, and also there should be willingness to pay. ഈ പൈസ എടുത്ത് കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നിങ്ങൾക്ക് വേണം. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് ഇസ് ക്രിയേറ്റഡ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഡിമാൻഡ് ഇല്ല എന്ന് പറയണം. Now let's see some influencing factors when it comes to demand. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റിയിട്ടും കൂടെ നമുക്ക് നോക്കാം. The first thing that we are having here is the price of the commodity. ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രൈസിന്റെ കാര്യം പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഒരു ഗുഡിന്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും അല്ലെ. ഒരു നോർമൽ ഗുഡിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ആൻഡ് ഇതേ ഗുഡിന്റെ കാര്യം തന്നെ പ്രൈസ് കൂടിയിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും അല്ലെ. അപ്പോ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, ഒരു സാധനത്തിന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ പ്രൈസ് മാത്രമല്ല ഇൻഫ്ലുവൻസിങ് ഫാക്ടർ, വേറെ കുറെ ഫാക്ടേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ എസ്പെഷ്യലി ലോ ഓഫ് ഡിമാൻഡ് പറയുമ്പോൾ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് തന്നെ എന്താണ്? there exists an inverse relationship between price and quantity demanded. അതായത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഒരു നെഗറ്റീവ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നു, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഈ ലോ ഓഫ് ഡിമാൻഡിന്റെ ഒരു അസംഷൻ അനുസരിച്ചിട്ട് നമ്മളിവിടെ
പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഈ രണ്ട് വേരിയബിൾസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. സോ വി കോൾ ഇറ്റ് എ ceteris paribus assumption. ceteris paribus assumption എന്ന് പറയുമ്പോൾ അതർ തിങ്സ് ആർ ഹെൽഡ് കോൺസ്റ്റന്റ്. മറ്റു ഫാക്ടേഴ്സിനൊക്കെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. മറ്റു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ റിയാലിറ്റിയിൽ മാറും, ചേഞ്ച് ചെയ്യും. പക്ഷെ അതിനെയൊക്കെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, now let's see more influencing factors. Consumers income. ഇപ്പൊ again നോർമൽ ഗുഡ്സിന്റെ കേസ് ആണ് പറയുന്നത്. നോർമൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഗുഡ്സ്. അപ്പോ സപ്പോസ് ഒരാളുടെ ഇൻകം കൂടുകയാണ് എന്ന് വിചാരിക്കാം. ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഒരാളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് കൂടുതൽ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. സോ ഹിസ് ഡിമാൻഡ് വിൽ ബി ഇൻക്രീസിങ്. again അയാൾക്ക് ഒരേ സാധനം തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇവിടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കും? ഡിമാൻഡ് വിൽ ഇൻക്രീസ്. അതേസമയം അദ്ദേഹത്തിന്റെ ഇൻകം കുറയുകയാണെങ്കിലോ, ഇഫ് ദ ഇൻകം ഇസ് കമ്മിങ് ഡൗൺ, അദ്ദേഹത്തിന്റെ എബിലിറ്റി ടു പർച്ചേസിനെ അവിടെ ബാധിക്കുന്നത് നെഗറ്റീവ് ആയിട്ടാണ് അല്ലെ. അപ്പോൾ ഇവിടെ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു? ഡിമാൻഡ് വുഡ് ബി ഫോളിങ്. അപ്പൊ ഇവര് രണ്ടുപേരും, ഇൻകവും ഡിമാൻഡും, ഇവര് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഡയറക്റ്റ് റിലേഷൻ? ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു, ഒന്ന് കുറയുമ്പോൾ മറ്റേതും കുറയുന്നു അല്ലെ. ഇനി ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സിൽ വരുന്ന അടുത്ത ഒരു ആസ്പെക്ട് ആണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ കേസ് എടുക്കാം. ടീയും കോഫിയും. ഓക്കെ, നമുക്കറിയാം കുറെ പേരൊക്കെ ടീ ലവേഴ്സ് ആണ്, കുറെ പേരൊക്കെ കോഫി ലവേഴ്സ് ആണ്. കുറെ പേർക്ക് ടീ ഇഷ്ടമല്ല, കോഫി മാത്രമേ കുടിക്കൂ. കുറെ പേർക്ക് കോഫി ഇഷ്ടമല്ല, ടീ മാത്രമേ കുടിക്കൂ. കോഫിയും ടീയും ഇഷ്ടമല്ലാത്തവർ കുറെ പേര് കാണും, കോഫിയും ടീയും ഇഷ്ടമുള്ളവരും കുറെ പേര് കാണും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള എക്സെപ്ഷണൽ കേസ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ലെറ്റ്സ് കൺസിഡർ പീപ്പിൾ ഹു ഈക്വലി ലവ് ടീ ആൻഡ് കോഫി. ഈക്വലി അവർക്ക് ടീയും കോഫിയും ഇഷ്ടമാണ്. ഇപ്പൊ ടീ ഓർ കോഫി, ആ ഒരു സെനാറിയോ ആണ്. ഇവിടെ ഇതിൽ ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ പ്രൈസ് കൂടി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ടീയുടെ പൈസ കൂടി, പക്ഷെ കോഫിയുടെ പൈസ സെയിം ആണ് എന്ന് വിചാരിക്കും. ഓക്കെ, ടീയുടെ പൈസ കൂടി, കോഫിയുടെ പൈസക്ക് വ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നു. സോ വാട്ട് വിൽ ഹാപ്പൻ? ടീയുടെ പൈസ കൂടിയിരിക്കുകയാണ്, കോഫിയുടെ പൈസക്ക് മാറ്റമൊന്നും ഇല്ലെങ്കിൽ പീപ്പിൾ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റിംഗ് ടു കോഫി അല്ലെ. കാര്യം ടീയും കോഫിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ടീനെയും കോഫീനെയും റിലേറ്റഡ് ഗുഡ്സ് ആയിട്ട് നമ്മളിവിടെ എടുക്കുകയാണ്. അപ്പോ ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രൈസ് കൂടിയതിന്റെ ഡിമാൻഡ് കുറയും അല്ലെ. ടീയുടെ പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ ടീയുടെ ഡിമാൻഡിന് എന്താ സംഭവിക്കുന്നത്? ടീയുടെ ഡിമാൻഡ് കുറയുകയാണ്. അപ്പൊ ആൾക്കാർ വിചാരിക്കും, എന്തിനാ വെറുതെ ടീ വാങ്ങിക്കുന്നത്, വൈ കാൻറ്റ് ഐ ഷിഫ്റ്റ് ടു കോഫി? അങ്ങനെ ആൾക്കാർ കോഫിയുടെ പുറകെ പോകും. കോഫിയുടെ ഡിമാൻഡ് ഇവിടെ കൂടും. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ഡിമാൻഡ് ഫോർ കോഫി? ഇവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും അല്ലെ. കാരണം കോഫിയുടെ പൈസക്ക് മാറ്റമല്ല, പഴയ പോലെ തന്നെ ടീയുടെ പൈസ കൂടിയിട്ടുമുണ്ട്. Now, there would be some other factor called taste and preferences. Taste and preferences എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇഷ്ടങ്ങൾ. അപ്പൊ നമുക്കറിയാം, ഒരു 4 കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 കൺസ്യൂമേഴ്സ്, let it be person A, person B, person C and person D. ഇങ്ങനെ 4 കൺസ്യൂമേഴ്സ്. അപ്പൊ ഇവർക്ക് 4 പേർക്കും ഓരോരോ ഡിഫറെന്റ് പ്രിഫറൻസസ് ആണ്, ഓരോരോ താല്പര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ചിലർക്ക് ഐസ്ക്രീം ഇഷ്ടമേ അല്ല, ചിലർക്കാണെങ്കിൽ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഐസ്ക്രീം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഐസ്ക്രീം വാങ്ങും, ചിലപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങും. ഐസ്ക്രീം ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ ഐസ്ക്രീം വാങ്ങുകയേ അല്ലെ. സോ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് വിൽ ബി പ്ലേയിങ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം നമ്മൾ കൂടുതൽ സാധനം വാങ്ങിക്കും.
ഇഷ്ടമുള്ള സാധനം കൂടുതൽ വാങ്ങിക്കും? ഇല്ല, ഇഷ്ടമുള്ള സാധനങ്ങളും നമ്മൾ കൂടുതൽ വാങ്ങിക്കും അല്ലെ? സോ എപ്പോഴാണോ ഈ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസും ഫേവറബിൾ ആയി മാറുന്നത്, അപ്പോ ഡിമാൻഡ് വുഡ് ബി ഇൻക്രീസ്. ഫേവറബിൾ ആയിട്ട് മാറുന്നെന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിനോട് നമുക്ക് താല്പര്യം തോന്നുന്നത്. സോ അവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇനി എപ്പോഴാണോ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അൺഫേവറബിൾ ആകുന്നത്, അപ്പോൾ ഡിമാൻഡിന് എന്ത് ചെയ്യും? there would be a reduction coming. Demand would be falling. ഡിമാൻഡ് അവിടെ കുറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് കൺസ്യൂമർ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. Now let's consider the market size. The number of consumers in the market, ഇതും ഡിമാൻഡിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഒരു കുഞ്ഞു മാർക്കറ്റാണ് ഈ കൺസ്യൂമേഴ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞു മാർക്കറ്റിൽ കുറച്ച് കൺസ്യൂമേഴ്സേ ഉള്ളൂ. അപ്പൊ മാർക്കറ്റ് സൈസ് കുറവാണെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കൺസ്യൂമേഴ്സേ ഉള്ളെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡിന് എന്ത് പറ്റും? ഡിമാൻഡ് വുഡ് ബി ഫോളിങ് അല്ലെ? ഒരു ലാർജ് മാർക്കറ്റ് ആണെങ്കിലോ കൂടുതൽ കൺസ്യൂമേഴ്സ് ഈ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും അല്ലെ? ഡിമാൻഡ് വുഡ് ബി മോർ. അപ്പോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര കൺസ്യൂമേഴ്സ് ആണ് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ളത്. അപ്പൊ മാർക്കറ്റിൽ കൂടുതൽ കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് അവിടെ കൂടും. ലാർജ് മാർക്കറ്റിനെ പറ്റിയാണ് പറയുന്നത്, ഡിമാൻഡ് അവിടെ കൂടും. പക്ഷെ സ്മോൾ മാർക്കറ്റ് ആണെങ്കിൽ ഡിമാൻഡ് അവിടെ കുറയും. കാരണം കുറച്ച് കൺസ്യൂമേഴ്സ് അല്ലേ ഉള്ളൂ, ഡിമാൻഡ് കുറയും. Now, how can we represent demand? ഡിമാൻഡ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? മെയിൻലി നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് in two manners we can represent ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ആദ്യം എന്ന് പറഞ്ഞ ഒരു ടാബുലർ ഫോമിൽ നമുക്ക് ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു ടാബുലർ ഫോമിൽ നമുക്ക് represent ചെയ്യാം. So let's see the tabular form here. ഇതാണ് ആ ടാബുലർ ഫോം. ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ആണ് കാണിക്കുന്നത്. സോ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഒരു മാർക്കറ്റില് ഡിഫറെന്റ് പ്രൈസസിൽ എങ്ങനെയായിരിക്കും ആൾക്കാർ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ടേബിൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിമാൻഡ് വർക്ക് ചെയ്യുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഏതോ ഒരു കമ്മോഡിറ്റി, സോ ലെറ്റ് ഇറ്റ് ബി ഗുഡ് ഡി എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി. സോ ഈ ഗുഡ് ഡിയുടെ പൈസ $5 ആയിരുന്നപ്പോ, ഇവിടെ ഡോളറിന്റെ ടേംസിലാണ് പ്രൈസ് പറഞ്ഞേക്കുന്നത്. സോ $5 ആയിരുന്നപ്പോ ആൾക്കാർ ഡിമാൻഡ് ചെയ്തത് യൂണിറ്റ്സിന്റെ ടേംസിൽ 610 യൂണിറ്റ്സ്. ഇത് $10 ആയിട്ട് ഇതിന്റെ പ്രൈസ് കൂടിയപ്പോ, അതായത് $5 $10 ആയിട്ട് പ്രൈസിന് എന്ത് സംഭവിച്ചു? $10 ആയിട്ട് മാറി അല്ലെ? $10 ആയിട്ട് പ്രൈസ് മാറിയപ്പോ ആൾക്കാരുടെ ഡിമാൻഡിന് മാറ്റം വന്നു. ആൾക്കാരുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് ഇവിടെ മാറ്റം വന്നു. ഇതിവിടെ 460 ആയിട്ട് മാറി. ഓക്കെ, അതായത് എന്ത് പറ്റി? ഇവിടെ ഒരു റിഡക്ഷൻ സംഭവിച്ചു. $5 ആയിരുന്നപ്പോ 610 യൂണിറ്റ്സ് വാങ്ങിച്ചു. ഇത് $10 ആയിട്ട് പ്രൈസ് കൂടിയപ്പോ പ്രൈസിന് എന്താണ് സംഭവിക്കുന്നത്? $5 $10 ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ആണ് ചെയ്തത്. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് പറ്റി? അവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 610 യൂണിറ്റിൽ നിന്നും 460 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ഇനി അടുത്തത് $10 നിന്നും $15 ആയിട്ട് പ്രൈസ് വീണ്ടും കൂടിയപ്പോൾ, നേരത്തെ 460 യൂണിറ്റ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആള് ഇപ്പോ 350 യൂണിറ്റ്സ് ആയിട്ട് അദ്ദേഹത്തിന് കൺസംഷൻ കുറച്ചു. അഗൈൻ പ്രൈസിലോട്ട് വീണ്ടും വരുമ്പോൾ 15 നിന്നും 20 യൂണിറ്റ് ആയിട്ട് പ്രൈസ് കൂടുമ്പോൾ 350 നിന്നും 270 യൂണിറ്റ്സ് ആയിട്ട് കൺസംഷൻ കുറഞ്ഞു. അഗൈൻ 20 $25 ആയിട്ട് പ്രൈസ് കൂടി. ഇവിടെ 270 നിന്നും 220 യൂണിറ്റ്സ് ആയിട്ട് കൺസംഷൻ കുറഞ്ഞു. അഗൈൻ 25 നിന്നും $30 ആയിട്ട് പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ 220 നിന്നും 180 ആയിട്ട് കുറഞ്ഞു. അഗൈൻ 30 നിന്നും $35 ആയിട്ട് പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ 180 നിന്നും 150 യൂണിറ്റ്സ് ആയിട്ട് കുറഞ്ഞു. സി, പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു.
ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെ. സോ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻവേഴ്സ് റിലേഷൻ. ഇനി നമുക്ക് ഡിമാൻഡ് കർവ് ഉപയോഗിച്ച് ഡിമാൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൈസിനെ നമ്മൾ y ആക്സിസിൽ എടുക്കുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ നമുക്ക് x ആക്സിസിൽ എടുക്കുന്നു. അങ്ങനെ ഒരു 2 ഡയമെൻഷണൽ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ഡിമാൻഡ് കർവ് വുഡ് ബി ഓൾവേസ് സ്ലോപ്പിംഗ് ഡൗൺവേർഡ്. കാരണം ഇവിടെ ഒരു നെഗറ്റീവ് റിലേഷൻ അല്ലേ നമ്മൾ കാണുന്നത്. there would be a negative relationship between price and quantity demanded അല്ലെ. കാര്യം എന്താണ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ്. സോ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആ ഒരു മൂവ്മെന്റ് കാണിക്കുന്നത്. സോ there exists an inverse relationship between price and quantity demanded. ഇവിടെ നമുക്ക് നോക്കാം, നോക്കിക്കേ, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഇവിടെ പ്രൈസ് y ആക്സിസിലും ഡിമാൻഡ് x ആക്സിസിലും എടുക്കുന്നു. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ കമ്മോഡിറ്റിയുടെ പ്രൈസ് ആക്സിസ് നോക്കുമ്പോൾ $35 ആയിരുന്നു. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയായി? somewhere here. Again ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ $30 ആയിരുന്നു പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് somewhere here. Again ഇവിടെ വന്നപ്പോ $25 ആയി പ്രൈസ് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് somewhere here. ഇവിടെ വന്നപ്പോ $10 ആയി അല്ല $20 ആയി പ്രൈസ് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് somewhere here. Again ഇവിടെ വരപ്പോ $15 ആയി പ്രൈസ് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് somewhere here. And ഇവിടെ വരപ്പോ $10 ആയി പ്രൈസ് എങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് somewhere here. And ഇവിടെ വരപ്പോ $5 ആയി പ്രൈസ് എങ്കിൽ എന്താണ് കാണുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് വുഡ് ബി somewhere here അല്ലെ. അപ്പൊ പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ഇനി ലെറ്റ്സ് സീ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ്. കുറച്ച് ഡിമാൻഡ് ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്രൈസ് ബേസ്ഡ് ഡിമാൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിൾസിൽ ഒന്ന് പ്രൈസും മറ്റേത് ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഈ പ്രൈസിൽ വരുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന രണ്ട് വേരിയബിൾസ് ഏതൊക്കെയാണ്? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് ഓഫ് എ ഗുഡ്, അതിന്റെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഉണ്ട്, ഇൻകം ഡിമാൻഡ്. അതെന്താണ്? ഇവിടെ നമ്മൾ നോക്കുന്നത് കൺസ്യൂമറിന്റെ ഇൻകവും അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവര് തമ്മിലുള്ള റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഇൻകം ഡിമാൻഡ്. നമ്മളിവിടെ പ്രൈസ് ഡിമാൻഡിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് കൂടുമ്പോൾ എന്താണ് പറ്റുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. ആൻഡ് പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഇൻകം ഡിമാൻഡ് എന്താണ്? നോർമൽ ഗുഡ്സിൽ വരുമ്പോഴേക്കും ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. ആൻഡ് ഇൻകം കുറയുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും അല്ലെ. ഇത് ഇപ്പൊ പ്രൈസിന്റെ കാര്യമാണെങ്കിലും ഇൻകം ഡിമാൻഡിന്റെ കാര്യമാണെങ്കിലും നമ്മൾ നോർമൽ ഗുഡ്സിലാണ് കേസിലാണ് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ് അനുസരിച്ച് പോകുന്ന ഗുഡ്സിന്റെ കേസ്. ഓക്കെ, ദർ ഇസ് സംതിങ് കോൾഡ് ക്രോസ് ഡിമാൻഡ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ റിലേറ്റഡ് ഗുഡ്സിന്റെ കേസ് വരുന്നത്. റിലേറ്റഡ് ഗുഡ്സ്. ഓക്കെ, ഒരു തലത്തിലുള്ള ഒരു ടൈപ്പ് റിലേറ്റഡ് ഗുഡ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ടീയും കോഫിയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടീയും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടീ വിത്ത് കോഫി ഓർ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് കോഫി വിത്ത് ടീ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ നോക്കിയത്? പ്രൈസ് ഓഫ് വൺ ഗുഡ്. ഈ പ്രൈസ് ഓഫ് വൺ ഗുഡ് ഒന്നുകിൽ കൂടുന്നു അല്ലെങ്കിൽ എന്താണ്? കുറയുന്നു. അപ്പോ ഇത് കാരണം ക്വാണ്ടിറ്റി ഓഫ് അനദർ ഗുഡ് ഇത്
ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും. ഇപ്പൊ ടീയും കോഫിയും എടുത്തപ്പോൾ നമ്മൾ മനസ്സിലാക്കി ടീയുടെ പ്രൈസ് കൂടുമ്പോൾ എന്താണ് കോഫിയുടെ ഡിമാൻഡിന് സംഭവിച്ചത്? കോഫിയുടെ ഡിമാൻഡ് അവിടെ കൂടി, ടീയുടെ പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കോഫി കൂടി അല്ലെ? കാരണം കോഫിയുടെ പ്രൈസിന് ഒരു മാറ്റം ഇല്ലാതെ തുടരുകയായിരുന്നു അല്ലെ? അപ്പൊ ഇതേപോലെ അതിനെ നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞ ഗുഡ്സ്, ടീനും കോഫിയും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നാണ് വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, സോ അതേപോലെ വേറെയും ടൈപ്പ് ഓഫ് ഗുഡ്സ് ഉണ്ട്. കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സ്, കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്ന ഗുഡ്സ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമ്മൾ വേറൊരു സെഷന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാണും. അവിടെ എക്സാമ്പിൾ വരുന്നത് ലൈക് കാർ ആൻഡ് പെട്രോൾ. കാർ ആൻഡ് പെട്രോളില് മെയിൻ ആയിട്ട് പെട്രോൾ എന്ന് പറയുമ്പോൾ പെട്രോൾ ഉണ്ടെങ്കിലേ വണ്ടിയൊക്കെ ഓടാൻ പറ്റും. സോ ലൈക്ക് ദേ ആർ വെരി മച്ച് റിലേറ്റഡ് ഇൻ ദാറ്റ് സെൻസ്. ഓക്കെ, അതിനെ പറ്റിയിട്ട് നമുക്ക് വീണ്ടും വേറൊരു സെഷനിൽ കൂടി കാണാം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കണം. അപ്പൊ ഇന്ന് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വില്ലിങ്നെസ് ടു പേ ഭയങ്കര പ്രാധാന്യമാണ്. ഒരാൾക്ക് പൈസ പോക്കറ്റിൽ നിന്ന് എടുത്ത് ചെലവഴിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. എബിലിറ്റി ടു പേ, പൈസ പോക്കറ്റിൽ വേണം, അത് പ്രാധാന്യമാണ്. We could find that there are so many factors affecting demand. ഈ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടല്ലേ. ഇൻകം നമ്മൾ മനസ്സിലാക്കി, പ്രൈസ് നമ്മൾ മനസ്സിലാക്കി, ടേസ്റ്റ് നമ്മൾ മനസ്സിലാക്കി, പിന്നെ റിലേറ്റഡ് ഗുഡ്സിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഇനി നമുക്ക് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡിമാൻഡ് ഉണ്ട്. പ്രൈസ് ഡിമാൻഡ് ഉണ്ട്, ഇൻകം ഡിമാൻഡ് ഉണ്ട്, ആൻഡ് ക്രോസ് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ എന്താണ് ക്രോസ് ഡിമാൻഡ്? ക്രോസ് ഡിമാൻഡ് ആണ് പറയുന്നത് ഒരു ഗുഡിന്റെ പ്രൈസ് കുറയുന്നതും കൂടുന്നതും അനുസരിച്ചിട്ട് മറ്റൊരു റിലേറ്റഡ് ഗുഡിന്റെ പ്രൈസ്, റിലേറ്റഡ് ഗുഡിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിന് എന്ത് മാറ്റം വരും എന്നുള്ള കാര്യം. ഓക്കെ, so that is it all for today. Hope you could understand. Thank you.